ഹെൽത്തി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് അമ്മമാർക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പലരും വളരെ കർശനമായി കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാവും. 6 മാസം പ്രായമാവുമ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ ചെറിയ സപ്പോർട്ടോടു കൂടിയാണെങ്കിലും ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങാം. അതോടൊപ്പം കുഞ്ഞുങ്ങൾ ഭക്ഷണം കാണുമ്പോൾ കഴിക്കാനുള്ള താല്പര്യം കാണിച്ചു തുടങ്ങുകയും ചെയ്യും. പഴങ്ങൾ, പച്ചക്കറികൾ ഒക്കെ ആദ്യം കൊടുക്കുന്നതാവും ഉചിതം. അവയെല്ലാം നന്നായി വേവിച്ച് ഉടച്ചു കൊടുക്കാൻ ശ്രമിക്കണം. കുറുമ്പുല്ലാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ നേർപ്പിച്ചു മാത്രം കൊടുക്കുക. മിനുസമാർന്ന പ്യൂരികളിൽ തുടങ്ങി ക്രമേണ കട്ടിയുള്ള ടെക്സ്ചറുകളിലേക്കും മൃദുവായ ഫിംഗർ ഫുഡുകളിലേക്കും തിരിയുന്നതാണ് ഉചിതം. കുഞ്ഞുങ്ങൾക്ക് ചില ഭക്ഷണപദാർത്ഥങ്ങൾ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ആദ്യം കൊടുക്കുമ്പോൾ ഓരോന്നായി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു പുതിയ ഭക്ഷണം ചേർക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കുക. എന്തെങ്കിലും ഒരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുത്തതിന് ശേഷം കുഞ്ഞ് എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. വൈവിധ്യമാർന്ന ഭക്ഷണക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങളുടെ കുഞ്ഞിനെ വ്യത്യസ്ത പോഷകങ്ങളിലേക്ക് തുറന്നു കാട്ടുന്നതിനും ഒരു കൂട്ടം രുചികളും ടെക്സ്ചറുകളും നൽകുക. എന്നും ഒരേ ഭക്ഷണം ഒരേ രീതിയിൽ കൊടുത്തു പോകാതെ വ്യത്യസ്ത ഫുഡ് വ്യത്യസ്ത രീതിയിൽ കൊടുക്കുന്നത് കുഞ്ഞിന്റെ ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയാതിരിക്കാനും കുഞ്ഞുങ്ങൾക്ക് പലവിധ പോഷകങ്ങൾ കിട്ടാനും സഹായിക്കും. തേൻ ഒഴിവാക്കുക. ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതിനാൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകരുത്. നിങ്ങളുടെ കുട്ടി ഒരു പുതിയ ഭക്ഷണം സ്വീകരിക്കുന്നതിന് മുൻപ് നിരവധി ശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം. സമ്മർദ്ദമില്ലാതെ വ്യത്യസ്ത രീതികളിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നത് തുടരുക. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചാൽ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കാതിരിക്കുക. അങ്ങനെ കഴിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങൾ മുതിർന്നാലും ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ മടി കാണിച്ചാൽ ഒന്നുകിൽ അല്പസമയം കഴിഞ്ഞ് കൊടുത്തു നോക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തു നോക്കുക. ചിലപ്പോൾ അവർക്ക് വിശക്കാഞ്ഞിട്ടാവും, അല്ലെങ്കിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതിൻ്റെതാവും. അത് മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആശങ്കകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിക്കാൻ മടിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.